കൃഷ്ണ കളരി മർമ്മ ഗുരുകുലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് സഹോദരന്മാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട്, പുരുഷന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയ വീഡിയോയുമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് നോക്കിയാൽ ഇതുപോലെ കത്തി കൊണ്ട് തന്നെ, ഈ കത്തി കൊണ്ട് നേരിട്ടൊന്ന് കുത്തുന്ന രീതി ചെയ്ത് ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ കുത്തുന്നത്. ഒന്നും കൂടി ഇങ്ങോട്ട് കുത്തിയ വേഗതയിൽ കുത്തട്ടെ, വേഗതയിലാകട്ടെ. വേണ്ട, ഇതുപോലെയാണ് കത്തി കൊണ്ട് വേഗതയായി കുത്തുന്നത്. ഇവിടെ നിന്ന് കുത്തിയേ, ഒന്ന് കുത്തിയേ, കണ്ടാ, ഇങ്ങനെയാണ് കത്തി കൊണ്ട് കുത്തുന്നത്. അപ്പൊ ഈ കത്തി കൊണ്ട് കുത്തുന്നതിന് നമ്മൾക്ക് എങ്ങനെയാണ് മാറി നിന്ന് നമ്മൾക്കത് കീഴ്പ്പെടുത്താന്നുള്ള ബേസിക്കലാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് കുത്തിയേ, വേണ്ട, ഇങ്ങനെ വന്നതിന് കയ്യിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അടിച്ചത് കത്തി താഴെ വീഴും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിയേ, ഇങ്ങനെ അടിച്ചാൽ തന്നെ കത്തി വീഴും. ഒന്നും കൂടെ കാണിച്ചു തരാം വീഴുന്ന രീതി. കണ്ടില്ലേ, കൈ നോക്കിയേ, കണ്ടാ, കത്തി കയ്യിൽ നിന്ന് വീണു. എങ്ങനെയുണ്ട് നോക്കിയേ, അദ്ദേഹം തന്നെ പറയും എങ്ങനെയുണ്ട്. കൈ കൊണ്ടൊന്ന് അനക്കാൻ പറ്റുമോ? ഉണ്ടല്ലേ, കൈ കൊണ്ട് അനക്കാൻ പറ്റില്ല. ചെറുതായിട്ടാണ് ഞാൻ പ്രയോഗിച്ചത്. കൈ അനക്കാൻ പറ്റാതെ അദ്ദേഹത്തിന് കൈ നല്ല വേദനയുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ബേസിക്കലി കാണിച്ചത്. ഒന്നും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒന്ന് നോക്കിയേ, ഒന്നും കൂടി കുത്തിയേ, നോക്കിയേ, ഇങ്ങനെ കുത്തുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ കാല് മാറ്റി വെക്കണം. ഒന്നും കൂടെ കാണിച്ചു തരാം. ഒന്ന് വേഗത്തിൽ നല്ല കുത്തിയേ, വേണ്ട, ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് ഈ കൈ ഇവിടെ മൊത്തം ഫ്രീ ആണ്. അപ്പൊ ഫ്രീ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും കൂടി ടച്ച് ചെയ്യാം. ഒന്നുകൂടെ കാണിച്ചു തരാം. ഒന്ന് നോക്കിയേ, നല്ല വേദന കുത്തിയേ, വേണ്ട, ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞതാ കത്തി വീണു. ഉണ്ടല്ലേ, കത്തി താഴെ വീണു. അദ്ദേഹത്തിന്റെ കൈ നല്ല കടച്ചിലാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി കയ്യിൽ നിന്നും വിട്ടു പോവുകയും പെട്ടെന്ന് തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. വേറെ മർമ്മസ്ഥാനങ്ങളിലേക്ക് പ്രയോഗിക്കാൻ പറ്റും. ഇതിന്റെ വേറെ ഒരു പോർഷൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുകൂടി കുത്തിയെ, കൈ പിടിച്ചുകൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു ബേസിൽ കാണിച്ചു തരാം. നോക്കി, ഇങ്ങനെ പിടിച്ച ശേഷം ഇദ്ദേഹത്തിന് ഇങ്ങനെ തിരിച്ചിട്ട് നോക്കിയതാ, വെറുതെ ജസ്റ്റ് കത്തി താഴെ വീണു. കണ്ടില്ലേ, ഇദ്ദേഹത്തിന് ഇനി ഇരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റും കൂടി ഇങ്ങനെ പിടിച്ചാൽ അദ്ദേഹം അവിടെ തന്നെ ഇരിക്കും. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക്? ഇരുന്നവിടെ നനയ്ക്കാൻ പറ്റുന്നുണ്ടോ? നനയ്ക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കണ്ടില്ലേ, ഇതൊക്കെ നേച്ചറായി ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിങ്ങനെ പറഞ്ഞ് കാണിച്ചു തരുന്നത്. എന്തിനറിയോ, അദ്ദേഹത്തിന് വേദന എന്താണെന്നുള്ള അറിയാം, എണിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്താണെന്ന് പുള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിന്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, ശരീരത്തിൽ എങ്ങനെയാണ് അതിന്റെ ബേസിക്കലി എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.